നമുക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരാറായി. MLA കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവസരം കിട്ടിയാൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിക്കാൻ സർക്കാരിൻ്റെ തന്നെ പാളിച്ചകൾക്കെതിരെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സമരം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, സാധാരണക്കാർക്ക് പട്ടയമുണ്ടെങ്കിൽ പോലും ദേവികുളം താലൂക്കിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഒരിടത്ത് പോലും തന്നെ വീട് നിർമ്മിക്കാൻ അനുമതിയില്ല. അനുമതി കൊടുക്കാത്തത് ഈ സർക്കാരാണ്. അതോടൊപ്പം തന്നെ കയ്യേറ്റ ഭൂമിയിൽ യഥേഷ്ടം കെട്ടിടം നിർമ്മിക്കാനും അനുമതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭൂസംരക്ഷണ സേന എന്ന നിലയിൽ ഉദ്യോഗസ്ഥർ കയ്യേറ്റ ഭൂമിയിൽ, അതും CPMൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങളൊക്കെ തന്നെയാണ്, പൂർണ്ണമായും കയ്യേറ്റമാണ് എന്ന് ബോധ്യപ്പെട്ട, ഞാൻ ആ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്, ബോധ്യപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ സാധാരണക്കാർക്ക് കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയില്ല, എന്നാൽ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ഇടതുപക്ഷം മൗനാനുവാദം നൽകുന്നു, പാർട്ടി ഓഫീസിൽ നിന്ന് നേരിട്ടും അല്ലാതെയൊക്കെ തന്നെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിന് ഈ രണ്ട് കാര്യത്തിനും വിഘാതമുണ്ടായിക്കഴിഞ്ഞാൽ CPM അക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ സ്ഥിതി. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ദേവികുളം MLA നേരത്തെ തന്നെ സമരം ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2023 മുതൽ ഈ ജില്ലയിൽ 13 പഞ്ചായത്തുകളിൽ അതിനനുസരിച്ച് യാതൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുന്നില്ല. 2016 ജൂൺ മാസം മുതൽ മൂന്നാറിലെ അല്ലെങ്കിൽ ദേവികുളത്തെ 8 വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം അന്നു മുതൽക്കേ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഉത്തരവിനാൽ ഉണ്ട്. അതിനു പുറമെ 2023 മുതൽ പഞ്ചായത്തിൻ്റെ അനുമതി കൊടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല. വീട് നിർമ്മിക്കാൻ പോലും അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ബാധകമാണ്. 13 പഞ്ചായത്തുകളിൽ 11 ദേവികുളം നിയോജക മണ്ഡലത്തിലാണ്. ആകെ 2 മാത്രമാണ് ശാന്തമ്പാറയും അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലം. ബാക്കി 11 പഞ്ചായത്തുകളും ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിലൊന്നും ഒരു നിർമ്മിതിക്കും സാധ്യതയില്ലാത്ത തരത്തിൽ സർക്കാരിൻ്റെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും MLAയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിനെതിരെ അദ്ദേഹം സമരം ചെയ്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു പ്രസ്താവന പോലും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെതിരെയോ നിർമ്മാണ നിരോധനത്തിനെതിരെയോ അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അദ്ദേഹം കഴിഞ്ഞയാഴ്ച NOC കൊടുക്കുന്നില്ല വീട് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയി സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് മറുവശത്ത് ഇപ്പോൾ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കാണുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ നയം ഏത് തരത്തിലാണ്? കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം അനുവദിക്കുന്നു, അല്ലാത്തിടത്ത് നിർമ്മാണത്തിന് അനുമതിയില്ല. അപ്പോൾ ഇവിടെ ജനങ്ങളോടൊപ്പമുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇടതുപക്ഷം. ഈ സർക്കാരിൻ്റെ പാളിച്ചകളാണ് ഇവയൊക്കെ. ഇതിനെതിരെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുൻപിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുൻപിലുമായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഏറ്റവും താഴെ തലത്തിലുള്ള ഒരു സർക്കാരിൻ്റെ ഉത്തരവ് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ പോയി സമരം ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അത്ര മഹത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് ഭാഗമാണ് ശ്രീ രാജ. ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് മൂന്നാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ദേവികുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമരം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം സമരം ചെയ്യേണ്ടത് തിരുവനന്തപുരത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പടിക്കലുമാണ് എന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുക. CPMൻ്റെ ചില വേണ്ടപ്പെട്ടവരുടെ ഭൂമിയിലാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റം നടന്നതെന്നും അത് ഒഴിപ്പിക്കാനാണ് അവിടെ തഹസിൽദാരടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുതന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. CPM ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസിൻ്റെ അതേ സർവേ നമ്പറിലുള്ള ഭൂമി അവിടെയൊക്കെയാണ്, അത് കയ്യേറ്റമാണ്. സർക്കാർ ഓഫീസിരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ വലിയ ആക്ഷേപമുള്ള CPMവുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളാണ് ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്.
എന്നാൽ അത് അനുവദിക്കില്ല. അതാണ് MLA യുടെ പക്ഷം. ഏതെങ്കിലും സാധാരണക്കാരന് വീട് നിർമ്മിക്കാൻ അനുമതിയില്ല. അപ്പോൾ ഈ വിധത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നയം മുന്നോട്ട് പോകുമ്പോൾ അതിന് വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ് MLA ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്.